ഒരുപാട് കാര്യം ചെയ്യാൻ എനിക്ക് ഒരു അമ്മയുടെ നോക്കണം, പ്രായമായി ഞാൻ നോക്കുന്നത്, വീട്ടിലെ കാര്യം പോയി നോക്കണം, ഭാഗത്ത് വെച്ചോടെ. എന്നെ എഫക്ട് ചെയ്യുന്നുണ്ട് പല കമന്റ്സ്, എസ്പെഷ്യലി മരിച്ചു പോയ ഫാദറിനെ കുറിച്ച് പറയുന്നത് പലരും ഹേർട്ട് ചെയ്യുന്നു. ഞാനിപ്പോ അടുത്ത ആളുടെ കമന്റ്സിലും വായിച്ചില്ല, കാരണം വായിച്ചാൽ മുഴുവൻ നെഗറ്റീവാണ്. എന്നാ ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അടുത്ത കാലത്ത് നടന്ന വിവാദങ്ങളും പരിപാടിയൊന്നുമല്ല. ജസ്റ്റ് ഈ സോഷ്യൽ മീഡിയയിൽ പൊതുവായിട്ട് അണ്ണന്റെ വീഡിയോസിൽ വരുന്ന കമന്റ്സുകളും അണ്ണനത് കാണാറുണ്ടെന്ന് അറിയാം. എന്നാലും ജനറലി വരുന്ന ചില കമന്റ്സുകളും അതിന് അണ്ണൻ എങ്ങനെയാണ് നോക്കി കാണുന്നതെന്ന് അറിയാനുള്ള ഒരു കൗതുകം കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ അണ്ണൻ ഇപ്പൊ സന്തോഷ് വർക്കി ആവുന്നതിന് വഴി ശരിക്കും സന്തോഷ് വർക്കി എന്താണ് ചെയ്യുന്നത്, അത് ആറാട്ടണ്ണൻ അല്ലാതെയുള്ള സന്തോഷ് വർക്കിയുടെ എങ്ങനെയാണ്, എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, വർക്ക് എന്താണ്, ഫാമിലി, അതൊക്കെ പറയാൻ താല്പര്യമുണ്ടോ? ഞാനൊരു എഞ്ചിനീയറാണ്, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറാണ്. അത് കഴിഞ്ഞ് ഫിലോസഫി കഴിഞ്ഞപ്പോൾ ഡോക്ടറേറ്റ് ചെയ്യുകയാണ്. എനിക്ക് JRF നെറ്റ് ഗേറ്റ് സ്കോളർഷിപ്പിലുണ്ട്. IIT ബോംബെയിൽ അഡ്മിഷൻ കിട്ടിയതാണ്. അപ്പൊ അതിന് വെച്ചോടെയാണ് വീട്ടിലേക്ക് വന്നത്. പിന്നെ ഞാൻ ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, 10 ബുക്കുകൾ എഴുതി, 2 ബുക്ക് പബ്ലിഷ് ഒരു 800 കോടി ബുക്കുകളുണ്ട്. അങ്ങനെ പല കാര്യം ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് കമ്പനി നടത്തിയിട്ടുണ്ട്. അങ്ങനെ പല കാര്യം ചെയ്ത് PhD ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ എനിക്കൊരു അമ്മയുടെ നോക്കണം, പ്രായമായി ഞാൻ നോക്കുന്നത്, വീട്ടിലെ കാര്യം പോയി നോക്കണം, ഭാഗത്ത് വെച്ചോടെ. പിന്നെ ഡോക്ടറേറ്റ് ചെയ്യണം. ഞാൻ പലതും സിനിമ റിവ്യൂ ആയിട്ട് അവസാനം ചെയ്യുന്ന, ഞാൻ ഒരു ദിവസം മാത്രം വന്ന തിയേറ്ററിൽ വരുന്നത്. പക്ഷെ ഇവിടെ ആൾക്കാർ പറയും ഞാൻ അവിടെ താമസം എന്ന് പറയാം. സിനിമ റിവ്യൂ ഏറ്റവും ലാസ്റ്റാണ് ചെയ്യുന്നത്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അത് ചെയ്ത് പോകും. ഓക്കെ. പിന്നെ ഇതിനടുത്ത് നടന്ന ഒരു വിവാദം, നമ്മൾ ആ വിവാദത്തിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പൊ അതിനകത്തുള്ള കമന്റ് പറയുന്നത് ഇപ്പം ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞു ഇപ്പം താങ്കളെ ഭ്രാന്തൻ എന്ന് വിളിച്ചു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞു ആ വിളി അംഗീകരിക്കണം. അതെ, ഒരു സൈഡ് നിങ്ങളെല്ലാവരെയും കുറ്റപ്പെടുത്തുന്നു, നിങ്ങളെ അങ്ങനെ കുറ്റപ്പെടുത്തുന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് താങ്ങാൻ പറ്റിയില്ല, അങ്ങനെ ഒരു കമന്റ് വരുന്നുണ്ട്. അതെങ്ങനെയാണ് നോക്കി കാണുന്നത്? ഞാൻ എല്ലാവരും പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. കമന്റ്സിലെ കാര്യം നമ്മൾ തെറേക്ക് എത്ര കമന്റ് ഇടാൻ കുഴപ്പമില്ല, പുള്ളിക്ക് നല്ല പുലിക്കെട്ടിയാണ്. എന്നെ എഫക്ട് ചെയ്യുന്നുണ്ട് പല കമന്റ്സ്, എസ്പെഷ്യലി മരിച്ചു പോയ ഫാദറിനെ കുറിച്ച് പറയുന്നത് പലരും ഹേർട്ട് ചെയ്യുന്നു. ഞാനിപ്പോ അടുത്ത ആളുടെ കമന്റ്സിലും വായിച്ചില്ല, കാരണം വായിച്ചാൽ മുഴുവൻ നെഗറ്റീവാണ്. ഇത് ഓരോ നമ്മളിപ്പോ ഇവിടെ ആൾക്കാരുണ്ടല്ലോ, മമ്മൂട്ടി പോലെ, ഇവരെ കുറിച്ച് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് നെഗറ്റീവ് പറയുമ്പോൾ ഇവർ നമ്മളെ വസ്തുക്കളാണ്, ഫാൻസുകാര്. ഈ ഫാൻസുകാരാണ് ഈ അറ്റാക്ക് മുഴുവൻ നടത്തുന്നത്. അത് പ്ലാൻ സൈബർ അറ്റാക്ക് തന്നെയാണ്. ഓക്കെ. അടുത്ത ചോദ്യം ഇപ്പോ ഓൺലൈൻ മീഡിയാസിനെ കുറിച്ചാണ്. ഞാനടക്കമുള്ള അങ്ങനെയുള്ള കുറെ ആൾക്കാർ പോസിറ്റീവായിട്ട് കമന്റ് ചെയ്യുന്നത്. കാരണം അണ്ണനെ വിറ്റ് നിങ്ങൾ കുറെ ഉണ്ടാക്കിയില്ലേ, ഇനി ഇയാളെ വെറുതെ വിട്ടുകൂടെ എന്ന് പോസിറ്റീവായിട്ട് ചോദിക്കുന്നത്. ഓൺലൈൻ മീഡിയ കാരണമാണ് ഞാൻ വെറുതെ പൊങ്ങി വന്നത്. ഓൺലൈൻ മീഡിയ കുറച്ച് വളർച്ചടിക്കാൻ, ബിക്കോസ് അവർക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, വളർക്കും ജീവിക്കാൻ വേണ്ടി ചെയ്യണം. എനിക്ക് ഓൺലൈൻ മീഡിയ ബേസൊന്നുമില്ല, എനിക്ക് ബേസ് ഒരു സാറ്റലൈറ്റ് മീഡിയ ആണ്. അപ്പൊ അന്ന് ചാൻസിന്റെ കേസ് വന്നപ്പോഴല്ല ഓരോ സാറ്റലൈറ്റ് മീഡിയാസിന്റെ ഫോട്ടോ ഡെയിലി ഒരു ദിവസം മുഴുവൻ ഇട്ടു. അവർ വീടാണ്. പക്ഷെ ഓൺലൈൻ മീഡിയ ചെയ്യുന്ന നീടാണ്, ജീവിക്കാൻ വേണ്ടിയാണ്. ഓൺലൈൻ മീഡിയയുടെ എനിക്ക് ഉദ്ദേശമില്ല. ഓക്കെ. അടുത്ത ചോദ്യം, ഇത് എങ്ങനെ ഒരു പേഴ്സണലി എടുക്കരുത്. അതായത് അണ്ണൻ ഇപ്പൊ ഒരു ഭാഷയെ പറഞ്ഞിട്ട് അണ്ണൻ പറയുന്നത് അത് ഓരോരാളുടെ സംസാര രീതിയാണ്. അണ്ണൻ ഇപ്പൊ അത് കോമഡി ആയിട്ട് നമുക്ക് എടുക്കാം, സെക്സിയാണ്, ഹോട്ടാണെന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു ലാംഗ്വേജ് പ്രോബ്ലത്തിനെ ശരിക്കും കളിയാക്കുന്നത് ശരിയാണ്. കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, നാവ് കുറച്ച് തിക്കായതുകൊണ്ട് എനിക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. അത് കോമഡി മാറാറുണ്ട്. തരം ബോഡി ഷേമിംഗ് അല്ലേ അങ്ങനെ സംസാരിക്കുന്നത്? എന്റെ ബോഡി മുഴുവൻ ഷെയിമിങ്, ഫേസ് എല്ലാം ഷെയിമിങ് നടക്കുന്നുണ്ട്. പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഷെയിമിങ് ചെയ്യുന്നത്. എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെണ്ണുങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ ഭാഷ മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നവരോട് എന്താ പറയാനുള്ളത്? അവർക്കത് കിട്ടുന്ന എന്റർടൈൻമെന്റ് ആണ്. ഞാൻ എന്ത് ചെയ്യണം, ഇന്നിപ്പോ ഞാൻ ജന്മനാ എനിക്കുള്ള പ്രശ്നമാണ്. നാവ് കുറച്ച് തിക്കായതുകൊണ്ട് എന്റെ സൗണ്ട് ക്ലിയർ അല്ല, ചില വാക്കുകൾ ശരിയല്ല. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ണ്ടോ ആറാട്ട് എന്ന സിനിമ കാണേണ്ടിയിരുന്നില്ല എന്നും ഇങ്ങനെ ഒരു ഫെയിമിലേക്ക് വരേണ്ടിയില്ല എന്ന് അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് നെഗറ്റീവ് അനുഭവം ഉണ്ട്, ഒരുപാട് സംഘർഷം ഉണ്ടാവുക, ഒരുപാട് തെരുവിളിയായിരിക്കാം.